ശാലിനി മോളെ ഞാൻ ഇതുവരെ ഗാതമോളുടെ സ്ഥാനത്തേ കണ്ടിട്ടുള്ളൂ. ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനുള്ള സന്മനസ്സെങ്കിലും കാണിച്ചു. എല്ലാത്തിനും ഉത്തരവാദി നിങ്ങളാണ്, നിങ്ങൾ മാത്രമാണ്. ഇടൂ, തന്നേക്കാൾ വലിയ വിഷമഘട്ടത്തിലാ ഗംഗ. അതെന്താ താൻ ഓർക്കാത്ത? ശ്യാമേട്ടന് ഞാനാണോ അവളാണോ വലുത്? മറുപടി പറയാൻ വിഷമുണ്ടാവുമെന്ന് അറിയാഞ്ഞിട്ടല്ല, അവള് തന്നെയാണ് ശ്യാമേട്ടന് വലുതെന്നും അറിയാം. അത് ഇന്നലെ രാത്രി തന്നെ എനിക്ക് ബോധ്യപ്പെട്ടതാണല്ലോ. പക്ഷെ എനിക്കറിയേണ്ടത് അതല്ല. ശ്യാമേട്ടന് എന്നെ വേണോ അതോ അവളെ വേണോന്നാണ്. അവളെ മതിയെന്നാണ് മറുപടിയെങ്കിൽ ശ്യാമേട്ടന് ഒരുപക്ഷെ എന്നെ ഉപേക്ഷിക്കേണ്ടി വരും. എനിക്കറിയാം ശ്യാമേട്ടൻ എന്നെ ഉപേക്ഷിക്കുള്ളൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ശ്യാമേട്ടന്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. നിനക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്? ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ചത്തുപോയിട്ട് ഒരുത്തെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. രണ്ടാളും ചേർന്നുള്ള ഫോട്ടോ പോലും ഇപ്പോഴും പലരും സൂക്ഷിക്കുന്നുണ്ട്. ഞാനാരും ഒരു മടയി. എന്തായി കാണുമോ ആവോ? ഇങ്ങോട്ടെങ്ങാനും കേറി വരുവോ? മോനായിരുന്നോ? ഞങ്ങള് ജയിലില് ഗിരിമോനെ കാണാൻ പോയതായിരുന്നു. ഗംഗമോൾക്ക് വിഷമം കാണേ ആങ്ങളെയും പെങ്ങളും കരയും പറയൊക്കെ ചെയ്യുന്ന കണ്ടു. ആ സങ്കടം കൊണ്ടായിരിക്കും ഗംഗമോള് മോനോട് വല്ലതും. ഇന്നലെ രാത്രി ഒറ്റക്കായി പോയതിന്റെ വിഷമം കാണും. മോൻ അതൊന്നും കാര്യാക്കണ്ട. എന്താ മോനെ എന്തിനാ വാതില് കുത്തിയിടുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ. എല്ലാം ഗംഗമോളായിട്ടായിരുന്നു. ശാലിനി മോളെ ഞാൻ ഇതുവരെ ഗാതമോളുടെ സ്ഥാനത്തേ കണ്ടിട്ടുള്ളൂ. പിന്നെ ദേഷ്യം വരുമ്പോ വല്ലതൊക്കെ പറഞ്ഞു പോവും. അല്ലാതെ ഞാൻ ഇതുവരെ ഒന്നും മനസ്സിൽ വെച്ചോണ്ട് ശാലിനി മോളോട് എന്തോ. കഞ്ചനാമ്മ ഈ വീട്ടിലെ ആരാ? അയ്യോ, ആരാന്ന് ചോദിച്ചാ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന മോനെ? ആദ്യം എന്റെ ചോദ്യത്തിനുള്ള മറുപടി പറ. അത് പിന്നെ ആരാന്ന് ചോദിച്ചാ അമ്മ. അതായത് ഈ വീട്ടിലെ ഗൃഹനാഥ അല്ലേ? ഒരു വീട്ടിലെ ഗൃഹനാഥന്റെ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ കടമകൾ എന്തൊക്കെയാണെന്ന് കഞ്ചനാമയ്ക്ക് അറിയോ? അറിയില്ലെങ്കിൽ വേണ്ട. ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനുള്ള സന്മനസ്സെങ്കിലും കാണിച്ചുകൂടെ? മനസ്സിലായില്ലേ? ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നു കൂടെയെന്ന്. അല്ല, ഞാനിതാരും ഉപദ്രവിച്ചു എന്നാ പറയുന്നേ. എന്റെ ദൈവമേ, ഇത് കേട്ടോ? അവള് വല്ല നുണയും പറഞ്ഞു കേൾപ്പിച്ചതായിരിക്കും. കാര്യം അറിയാതെ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്, പറഞ്ഞേക്കാം. കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. എന്റെ ഗംഗ ഒരു പാവമായിരുന്നു. ഇന്നവള് നിങ്ങളുടെ കയ്യിലെ ഒരു പാവ മാത്രമാണ്. നിങ്ങൾ കീ കൊടുത്ത് ചലിപ്പിക്കുന്ന ഒരു പാവ. ഇന്നലെ ശാലിനെ നിങ്ങൾ ഇവിടെ ഇറക്കി വിട്ടു. ഗംഗ അവളുടെ ശത്രുവാക്കി. എന്തിന്? ഈ എന്നെ പോലും അവള് ധിക്കരിക്കുന്നു. എല്ലാത്തിനും ഉത്തരവാദി നിങ്ങളാണ്, നിങ്ങൾ മാത്രമാണ്. ഓഹോ, അപ്പൊ തെറ്റുകാരി ഞാൻ മാത്രമായി അല്ലേ? ബാക്കി ആര് ചെയ്തതിന് ഒരു കുറ്റവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ, ഇരി കൊലക്കുറ്റത്തിന് തൂക്കുവേരം കാത്ത് കഴിയുന്നത് ആര് കാരണം? നിനക്ക് അതിൽ പങ്കില്ലേ? ഇപ്പോഴും അവളല്ലേ നിന്റെ മനസ്സിൽ? എന്നിട്ട് ഞാൻ ചെയ്തത് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും കാണാനും കേൾക്കാനും അല്ലേ?
ഗൃഹനാഥയെ കുറിച്ചൊക്കെ നീ പറഞ്ഞല്ലോ. ഉണ്ടടാ, എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ഈ കുടുംബത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അതുകൊണ്ട് മാത്ര. സ്നേഹിച്ച് കഴിയുന്നവരെ തമ്മിൽ തല്ലിക്കുന്നതാണോ ഉത്തരവാദിത്വം? ആണോ? അവരെ തമ്മിൽ അകറ്റുന്നതാണോ കുടുംബസ്നേഹം? കുടുംബത്തിന്റെ നല്ല ഭാവിക്ക് അത് ആവശ്യമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങളുടെ നല്ല ഭാവിക്കെന്ന് പറ, അതല്ലേ കൂടുതൽ ശരി. നീ എങ്ങനെ കരുതിയാൽ എനിക്കൊന്നുമില്ല. പക്ഷേ ഇവിടെ ഞാൻ വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും നടക്കൂ. ഇല്ല കഞ്ചനാമേ, നിങ്ങളുടെ ആ മനസ്സിലിരിപ്പ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലാവൊന്നും അനുവദിക്കുകയില്ല. അതിനുവേണ്ടി ഒരുപക്ഷെ ഗിരിയെ പോലെ ജയിലിൽ പോകേണ്ടി വന്നാലും ഞാനതിന് മടിക്കില്ല. എനിക്കെന്റെ ഗംഗയെ വേണം, എന്റെ ശാലിനിയെ വേണം, ഗിരിയെ വേണം, എല്ലാവരെയും വേണം. ഞാൻ നോക്ക്, അതിനാര് തടസ്സം നിന്നാലും വിടില്ല ഞാൻ. ഓർത്തോ? അവൻ എന്നെ കൊല്ലുന്നല്ലേ അതിനർത്ഥം? എന്താ സാറേ വന്നിട്ട് പെട്ടെന്ന് പോകുന്നേ? ശ്യാം സാറേ, ശ്യാം സാറേ, ചേടാ ഇതെന്ത് പറ്റി? ഇതാ സാറേ. ആ, കിട്ടിയോ? ആ, ഇത് ശ്യാം സാർ വെച്ചിട്ട് പോയതാണോ? ശ്യാമോ? എവിടെ? ദേ ഇപ്പം അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചിട്ടൊന്നും മിണ്ടിയതുമില്ല. ഇങ്ങോട്ട് വന്നില്ലായിരുന്നോ? ഓ, ഇല്ലല്ലോ. താനിക്ക് വിളിച്ച അയാളെ? ശരി സാർ. വേഞ്ചല് വേഞ്ചല്. അയാളെന്താ എന്നെ കാണാതെ പോയത്? ശ്യാം സാറേ, ശ്യാം സാറേ, ഒന്ന് നിന്നേ. തരകൻ സാർ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാൻ. ഞാൻ വൈകിട്ട് വന്ന് കണ്ടോളാം. രാമകൃഷ്ണൻ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. സാറ് വന്നേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ അതിനുള്ള ഫയറിങ് എനിക്കായിരിക്കും. സാറ് വന്നേ. വാ സാറേ. വീണ്ടും തുടങ്ങിയോ പഴയ ആ സ്വഭാവം? പിന്നെയും ഗൗൺ ഉപേക്ഷിക്കാനുള്ള പരിപാടിയാണോ? ഞാനിന്ന് എനിക്ക് സാറിനോട് ചിലത്. എന്നിട്ടാണോ വന്നിട്ട് എന്നെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ തിരിച്ചു പോകാൻ തുടങ്ങിയത്? കാണുന്നവരെന്നാ വിചാരിക്കണു ശ്യാമ? അതല്ല സാർ, സാർ തിരക്കിലാണെങ്കിൽ പിന്നെ സാറിന്റെ കുറ്റപ്പെടുത്തലുകൾ കൂടി കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. പിന്നെന്നാത്തിനാ താൻ ഇവിടെ വരെ വന്നത്? ശ്യാമേ, കുറ്റപ്പെടുത്തുന്നതിലാണോടോ തെറ്റ്? അതിരിക്കട്ടെ, ഇന്നലെ രാത്രിയിൽ താൻ എവിടെയായിരുന്നു? എടോ, തന്നേക്കാൾ വലിയ വിഷമഘട്ടത്തിലാ ഗംഗ. അതെന്താ താൻ ഓർക്കാത്തെ? അവർക്കൊക്കെ ആശ്വാസവും ധൈര്യവും ഒക്കെ കൊടുക്കേണ്ട താൻ അവരെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് രാത്രി മുഴുവൻ കറങ്ങിയടിച്ച് നടക്കുക എന്നൊക്കെ വെച്ചാൽ. ഗംഗ, അവള് രാത്രിയിൽ എത്ര പ്രാവശ്യം എന്നെ വിളിച്ചെന്നറിയാവോ? തന്നെ ട്രൈ ചെയ്തിട്ട് അതും കിട്ടുന്നുമില്ല. അവളെന്താ സാറിനോട് പറഞ്ഞത്? പറഞ്ഞതോ? തന്നെ കാണാനില്ലെന്ന്. താൻ അത്താഴം പോലും കഴിക്കാൻ ഇറങ്ങിപ്പോയതാണെന്നും പറഞ്ഞ് അവള് കരയായിരുന്നു. അവള് വേറൊന്നും പറഞ്ഞില്ലേ? വേറെന്തോ പറയാനാ? ഞാൻ ഇറങ്ങിപ്പോകാനുണ്ടായ കാരണം എന്താന്ന് അവള് പറഞ്ഞില്ലേ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ. സാറെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളായിട്ട് പോലും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നതും.
ഗിരിയുടെ കേസിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ഇപ്പൊ ചിന്തിക്കരുതെന്നും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസിലായിരിക്കണം മനസ്സെന്നും കോടതിയിൽ വരാതിരിക്കരുതെന്നും ഞാൻ തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴും ചില കൊച്ചു കുട്ടികളെ പോലെ സൗന്ദര്യപ്പണക്കവും കാണിച്ച് തേരാപ്പാര കോടതി കയറാതെ കറങ്ങിയടിച്ച് നടക്കുകയല്ലേ താൻ? സർ, എനിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേട്ടിട്ട്. എന്ത് കേൾക്കാനാണോ? കുറെ ഞാൻ കേട്ടിട്ടുള്ളതല്ലേ. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ താൻ ഇങ്ങനെ തുടങ്ങിയ കുറെ കഷ്ടമുണ്ടോ ശ്യാം? നിസ്സാര കാര്യങ്ങളാണോ സർ? അവൾക്ക് അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിലും ഓർക്കാമായിരുന്നു ശാലിനി എന്റെ പെങ്ങളാണെന്ന്. അതിരിക്കട്ടെ, എന്നിട്ടിപ്പോ ശാലിനിയും കുഞ്ഞും എവിടെ ഉണ്ട്? ഗംഗ എന്നാത്തിന് അവരോട് അങ്ങനെ പെരുമാറിയത്? കഞ്ചന അവരൊറ്റ ഒരുത്തിയാ ഗംഗയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. പക്ഷെ ഗംഗ അവളൊന്നും മനസ്സിലാക്കുന്നില്ലെന്ന് ഓർക്കുമ്പോഴാ. സാർ പറ, ഞാൻ ആരെയും ഉപേക്ഷിക്കേണ്ടത്, ഗംഗയോ അതോ ശാലുനെയോ? ഇടൂ, ഇതിനും മാത്രമൊക്കെ ഇപ്പൊ എന്നാ ഉണ്ടായത്? സാറിനറിയോ, എനിക്ക് നേരെ പ്രയോഗിക്കാൻ കിട്ടുന്ന ഒരു ചെറിയ ആയുധം പോലും ആ സ്ത്രീ പാഴാക്കാറില്ല. അവരാണെന്ന് ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശാപം. ഒരു സ്വസ്ഥതയും തരില്ല എന്ന് വെച്ചാ. ഓഹോ, ഞാൻ അറിഞ്ഞ സാർ. പിന്നെ ആ ഫോട്ടോഗ്രാഫ് കത്തിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് ശരിയല്ലേ? അത് പിന്നല്ലാതെ അതൊക്കെ നമ്മൾ പിന്നെ എന്തിനാ വെറുതെ സൂക്ഷിക്കുന്നത്? അപ്പോഴേ കത്തിച്ച് കളഞ്ഞു ഞാൻ തന്നോട് പറഞ്ഞായിരുന്നല്ലോ. പിന്നെന്താടോ താൻ അതിനെക്കുറിച്ച് ഇപ്പോഴും വീണ്ടും എന്നോടൊരു ചോദ്യം? ആ ഫോട്ടോ എങ്ങനെയോ കഞ്ചനാമ്മ കണ്ടു, ഗംഗയത് അറിയുകയും ചെയ്തു. അതെങ്ങനെ? അതെനിക്ക് മനസ്സിലാവും. ഓഹോ, ഒരു പക്ഷേ ഫിലിപ്പോസ് അവന്റെ ഒരു സ്വഭാവം അറിയാമല്ലോ. നമ്മളെ കാണിക്കുന്നതിന് മുൻപേ അവൻ ചിലപ്പോ അത് അവരെ കാണിച്ചതായിരിക്കാമെങ്കിലോ? കേറടോ. ശ്യാം സാറിന്റെ വീട്ടിൽ ഞാൻ കേറാം. കൊണ്ടുപോകണം. എങ്കി കേറി. എന്താ സാറേ വണ്ടി നിർത്തിയേ? താൻ ഇറങ്ങാൻ എന്തിനാ സാർ? ഇറങ്ങടോ. ഇങ്ങോട്ട് മാറുന്നേ.